ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കിടിലൻ ബീച്ചിലേക്ക് പോകാം. ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ പാതിയാവുന്നതിന് മുന്നേ പറഞ്ഞേക്കാം. ബീച്ച് മാത്രമല്ല, പോകുന്ന വഴി കിടിലൻ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ എത്തിയത്. എന്നിട്ടും ഇവിടുത്തെ തണുപ്പ്, ആ ഒരു കാലാവസ്ഥ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ പാർക്കിങ്ങിനായിട്ട് അവർ 5 രൂപ അവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്, 5 രൂപയല്ലേ. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ടും ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടും പാർക്കിംഗ് സൗകര്യമുണ്ട്. ഗേറ്റ് കയറി അകത്ത് വരുമ്പോൾ തന്നെ അവിടെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബീച്ചിൻ്റെ പേര് വരുന്നത് ലെമൂർ ബീച്ച് എന്നാണ്. ആ സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞ് നമ്മൾ ആദ്യം കാണുന്നത് തന്നെ നല്ല തിര അടിച്ച് വരുന്ന ബീച്ചാണ് ഗൈസ്. ഈ ബീച്ചിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇവിടുത്തെ വൃത്തിയാണ് ഗൈസ്. ഈ ബീച്ചും ബീച്ചിൻ്റെ പരിസരവും എല്ലാം അവർ നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ വന്നവനാണെങ്കിൽ, ചേട്ടൻ ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് പുറകെ നടപ്പുണ്ട്. അവസാനം സഹി കെട്ടാണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റും കൊടുത്തു. ഫോട്ടോ എടുത്തിട്ട് തീരാത്തോണ്ട് പട്ടി ദേഷ്യപ്പെട്ട് നീട്ടി പോയി. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. കപ്പിൾസിനൊക്കെ പറ്റിയ സ്പോട്ടാണത്. കപ്പിൾസിന് പറ്റിയ സ്പോട്ട് എന്ന് പറയാൻ കാരണം ഇവിടെ അങ്ങനെ ആളും തിരക്കൊന്നുമില്ല. ഈ ബീച്ചിലേക്ക് അറിഞ്ഞ ആൾ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ലൈവ് വന്ന് എത്ര സമയം വേണം സംസാരിച്ച് മനസ്സ് തുറന്നിരിക്കുക ഇവിടെ. നമ്മൾ വന്ന സമയത്തും കുറച്ച് കപ്പിൾസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പിൾസിന് മാത്രമല്ല, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ല സ്പോട്ട് കൂടിയാണ് ഈ ബീച്ച്. പിന്നെ തിര അടിച്ച് വരുന്ന സമയമായതുകൊണ്ട് കടലിലോട്ട് ഇറങ്ങാൻ ആരെയും സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ തന്നെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അവർ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാൻ നിൽക്കരുത്. അവിടെയാണ് റെഡ് ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പാടില്ല. പിന്നെ അവിടെ ഗൈഡും ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. കാരണം നല്ല തിരയാണ് അടിച്ചു വരുന്നത് അവിടെ നിന്ന്. ഞങ്ങളാണെങ്കിൽ റെഡ് ഫ്ലാഗും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയായിരുന്നു. കുറച്ചെന്ന് പറയുമ്പം കുറച്ചധികം ദൂരം ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് റെഡ് ഫ്ലാഗിന് ഇപ്പുറത്താണ്. അവിടെ കാണാൻ പൊളിയാണെങ്കിലും തിരയൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. അവിടെ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം കണ്ട ഒരു കേരള തനിമയൊക്കെ തോന്നുമെങ്കിലും ഇത് കേരളമല്ല ഗൈസ്, തമിഴ്നാടാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. വീഡിയോ ഷൂട്ടിനായാലും ഫോട്ടോഷൂട്ടിനായാലും ബെസ്റ്റ് പ്ലേസ് തന്നെയത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണെങ്കിൽ പാർക്കിങ്ങിനോട് ചേർന്ന് വരുന്ന പ്ലേസാണ്. കാണുമ്പോൾ ഒരു കേരളമായിട്ടൊക്കെ തോന്നുമായിരിക്കും. പിന്നെ ഈ സ്പോട്ടിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നെയ്യാറ്റിൻകര പാറശാല റൂട്ട് വരികയാണെങ്കിൽ പാറശാല ടു തക്കല 22 കിലോമീറ്റർ വരണം. പിന്നെ അവിടെ നിന്ന് 18 കിലോമീറ്റർ ലെമൂർ ബീച്ച്. നിങ്ങൾ ഈ മാപ്പിൽ ലെമൂർ ബീച്ചിൽ നിന്ന് അടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കും. ഇവിടെ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും വന്ന് നോക്കണം. കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പൊളിയാണ് ഗൈസ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ബീച്ച് മാത്രമല്ല, ബീച്ചിന് പുറത്തുള്ള ഈ പ്ലേസൊക്കെ പൊളിയാണ് ഗൈസ്. പിന്നെ തിരിച്ചു വരുന്നതായിരിക്കും ഒരു ചായ എല്ലാം കുടിച്ച് ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം പറഞ്ഞ് വന്നപ്പം നമ്മൾ വന്ന വഴി മാറി നാഗർകോവിൽ കയറണമെന്നാണ്. ഒരു 10-30 കിലോമീറ്റർ വീണ്ടും ചുറ്റി 5 മണിക്ക് വീട്ടിൽ എത്താണ്ട് നമ്മളിപ്പോൾ എത്തിയപ്പോൾ 7 മണിയായി ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ ഇതിലും കിടിലൻ പ്ലേസ്, ഇപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്തിട്ട് പോകണം ഗൈസ്. ബൈ.